കുളപ്പുള്ളി ഷൊർണൂർ റോഡ് ഗതാഗതയോഗ്യമാക്കാത്തതിനാൽ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറില്ലെന്ന നിലപാടിലുറച്ച് ബസ് ഉടമകളും തൊഴിലാളികളും. നഗരസഭ വിളിച്ചു ചേർത്ത ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് ബസ് ഉടമകളും തൊഴിലാളികളും ഈ നിലപാടെടുത്തത്. തൃശൂർ ഒറ്റപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ് ഉടമകളും യോഗത്തിന് എത്തിയിരുന്നു. ഒരു വണ്ടി ടൈം 10:40 കുളപ്പുള്ളി എങ്കിൽ നമ്മൾ അവിടുന്ന് പോകുമ്പോൾ ഒരു മിനിറ്റ് അവിടെ ആ കയറി ഇറങ്ങുന്നതിലും ഇവിടെ നിന്നുള്ള ദൂരം അപ്പൊ ഒരു എത്ര മിനിറ്റ് കൊണ്ട് അവിടെ പാസ് ചെയ്യണം എന്നുള്ള ഒരു സമയം ഇവിടെ ഉണ്ടാക്കുക. അത് നമ്മൾ അതിനാണ് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് എന്ന് പറഞ്ഞത്. അത് നിയമമല്ല എന്ന് പറഞ്ഞാൽ ടൈമിന് ഓർഡർ എന്ന് പറഞ്ഞില്ലേ, ആ ടൈമിന് ഓടുമ്പോൾ ഉള്ള പ്രശ്നമാണിത്. ഏത് അന്ന് നമ്മൾ പെർമിറ്റ് ഉണ്ടാക്കുമ്പോൾ 79, 80, 90 നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ പെർമിറ്റൊക്കെ അന്ന് ഈ കുളപ്പുള്ളി സെന്ററിലേക്ക് അന്ന് ഈ പറയുന്ന സ്ഥലം കാട് പിടിച്ചിറക്കുക. ഇപ്പൊ അതിനെ കയറുമ്പോൾ സമയം വേണ്ടെന്ന് എവിടുന്ന് നമ്മൾ പറയാൻ പാടില്ല. സമയം വേണം, കേരളമെങ്കിൽ സമയം വേണം. അതെല്ലാം തൃശ്ശൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഇവിടെ ലോക്കൽ വണ്ടി ഓടുകയാണെങ്കിലും സമയം വേണം. അതിനൊരു സമയം അവിടെ കയറിയിട്ട് നമ്മൾ കുളപ്പുള്ളി സമയം നമ്മൾ 40 എത്തണം. ആ 40 എത്തിയിട്ട് ആ കയറി ഇറങ്ങുന്ന ഒരു സമയം എന്താ വെച്ചാൽ ഇവിടെ കാട് തീരുമാനിക്കുക. കയറേണ്ടത് നമ്മൾ റോഡ് നേരാക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. സമയത്തിന് ഓടിയെത്താൻ പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും പറയുള്ളൂ ഞങ്ങൾ കയറില്ല എന്ന് പറയുന്നുണ്ടോ? ഞങ്ങൾക്ക് അവിടെ ഓടിയെത്താത്ത പ്രശ്നം. അതിനൊരു പരിഹാരം കാണാൻ PWDയുടെ ഭാഗത്തുനിന്നില്ല. മുനിസിപ്പാലിറ്റി എന്ത് പറഞ്ഞാലും ചെയ്യില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. ചെയ്യുന്നോണ്ട് കുറച്ച്, മുഴുവൻ ചെയ്തിട്ടില്ല. കാരണം പാർക്കിംഗും ഇതൊക്കെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓടുന്നില്ല. എതിർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ബസ് കൊണ്ടുവച്ചിരിക്കുക, പോകുന്ന വണ്ടി കൊണ്ടിരിക്കുക. ശരിയായ നടപടി അല്ല ഒരിക്കലും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടപടി എടുക്കേണ്ടതാണ്. ഒരിക്കലും യാത്രക്കാരെ വെച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള വിളിച്ചു തീർക്കും. ഇതിന്റെ പേര് പരാതിയൊക്കെ അതോറിറ്റി അറിയിക്കുക, അതോറിറ്റി അതിന്റെ നടപടി എടുക്കും. കുളപ്പുള്ളി ഷൊർണൂർ റോഡ് 2 വട്ടം നമ്മൾ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിന്റെ കാര്യം പറയാം. ഈ കുളപ്പുള്ളി ഷൊർണൂർ റോഡ് 2 വട്ടം നമ്മള് മറ്റേ പോർവേസിട്ടതാണ്. പിന്നെ അത് മഴ പെയ്യുമ്പോ അങ്ങോട്ട് നീങ്ങിട്ട് അതിന് കുഴി അടക്കാന്ന് പറഞ്ഞാൽ മറ്റേ സാധനം വെച്ചിട്ടൊന്നും കുഴി അടക്കല് നടക്കില്ല. അതിപ്പോ മഴ മാറിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതേപോലെ പോർവേസിട്ട് ഒന്നുകൂടി ശരിയാക്കി തരാം. അതാണിപ്പോ കുളപ്പുള്ളി ഷൊർണൂർ റോഡിന്റെ കാര്യം. പിന്നെ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ നമ്മൾ ബസ് സ്റ്റാൻഡ് നവീകരണം പറഞ്ഞ് നമ്മൾ പദ്ധതി വെച്ചിട്ട് പൈസ റെഡിയാക്കിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ തിരിഞ്ഞു പോകുന്ന സ്ഥലം ഇനിയിപ്പോ നമ്മൾ എങ്ങനെ കാല് ചെയ്താലും നിൽക്കില്ല. നമുക്ക് അവിടെ കുറച്ച് കട്ട ഇരിക്കുകയൊക്കെ ചെയ്താലാണ് അങ്ങനെ തിരിഞ്ഞിങ്ങനെ വരുമ്പോഴേ എങ്ങനെ കാല് ചെയ്താലും ആ ഭാഗത്ത് നിൽക്കില്ല എന്നുള്ളത് നമ്മളത് നവീകരിക്കാൻ, ആ ഭാഗം കട്ട വലിച്ച് നവീകരിക്കാൻ നമ്മൾ പദ്ധതി ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ. പിന്നെ അതിന്റെ ഉള്ളിലുള്ള കുറച്ച് ആളുകളുടെ ഭാഗം കുറച്ച് സീറ്റുകൾ അത് നവീകരിക്കാൻ മോഡല് അതിന്റെ ഉള്ളിലേക്ക് മറ്റേ ഊത്താലടിക്കണമെന്ന് കാഴ്ച വെക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നഗരസഭ ബസ് സ്റ്റാൻഡ് നവീകരണം പറഞ്ഞ പദ്ധതി വെച്ചിട്ട് അത് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ അല്ലറ ചില്ലറ മറ്റേ ഇതൊന്നും വെച്ചിട്ട് നമ്മളിപ്പോ അത് അടക്കാത്തത്. ആ കട്ട വിരിച്ചാൽ മാത്രമേ നിൽക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പിന്നുള്ളത് നമ്മള് ആ കയറി വരുന്ന സ്ഥലമാണ്. കയറി വരുന്ന സ്ഥലം ഇവരുടെ ഒരു വർക്ക് കുളപ്പുള്ളി IPT മുതല് കുളപ്പുള്ളി വരെ റോഡ് 10 കോടി പണി അവരത് വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായി നമ്മളിപ്പോ അവിടെ ഇപ്പൊ വെട്ടി താത്തി ഇപ്പോഴുള്ള റോഡിന് അനുസരിച്ച് ആക്കി കഴിഞ്ഞാൽ ആ റോഡ് പണി വരുന്നതിന്റെ പുറത്തേക്ക് പിന്നെ നമ്മൾ അവിടെ ഹൈറ്റ് കൂട്ടേണ്ടി വരികയും ഇപ്പൊ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ റോഡ് ഇങ്ങനെ ചെയ്തിട്ടാണ്. ഇങ്ങനെ എന്തായാലും ഇപ്പൊ ആ റോഡ് പണി കഴിയുമ്പോ അങ്ങനെ ഉണ്ടാവില്ലേ. അത് എനിക്ക് തോന്നുന്നത് മിക്കവാറും നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ ആ ഹൈറ്റിലേക്ക് ആ ഭാഗത്തേക്ക് വരുന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മള് ബസ് കയറുന്നിടത്തോ ഇറങ്ങുന്നിടത്തോ എന്തെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ റോഡ് പണി വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്റി വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോ നിലവിൽ അവിടെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നമ്മള് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കൊണ്ടുപോയിട്ട് നമ്മളപ്പോ പരിശോധിച്ച് ഏർപ്പാടാക്കി. അല്ലാതെ അവരൊന്നും പൈസ ഒന്നാമത് ബസ് ഓടിയിട്ട് 10 രൂപ റോഡിലെ പോയി അടയ്ക്കാൻ ഓരോ ഓണർക്കും പറ്റില്ല. ഞാൻ സഹായിച്ചോളൂ, നമുക്ക് ഒരു കുഴപ്പമില്ല. നീ മണ്ണടച്ച് ഞങ്ങള് ഓടാം. അവിടെ ഇപ്പൊ മെയിനായിട്ടുള്ള പ്രശ്നം ഇവിടുന്ന് അങ്ങോട്ട് പോണതിന്റെ അവിടെ നോ പാർക്കിംഗ് വെച്ചിട്ടില്ല. കുളപ്പുള്ളിന്ന് കുളപ്പുള്ളിക്ക് മുമ്പുള്ള ലെഫ്റ്റ് സൈഡില് നോ പാർക്കിംഗ് ഒന്നും വെച്ചില്ല. അപ്പൊ അവിടെ ഞാൻ വഴിക്ക് പലപ്പോഴും കാറായിട്ട് പോകുന്ന ഞാൻ ഒറ്റ പുറത്താണ്. അപ്പൊ അവിടെ
പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഓട്ടോറിക്ഷകളില്ലെങ്കിലും ബൈക്കുകാരും ചിലരും ബൈക്ക് നിർത്തിയിട്ട് പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അവിടെ കൃത്യമായിട്ട് നല്ലൊരു ലോങ് ഏരിയ നോ പാർക്കിംഗ് ബോർഡ് വെക്കാനും ഇവിടെ വാഹനം നിർത്തുന്നവർ നിയമപരമായി ശിക്ഷിക്കപ്പെടും എന്നുള്ള ബോർഡ് എഴുതി വെക്കാനും ഇത് പറയാം. നമ്മൾ ആളെ ഇടാൻ കഴിയാത്തവരുടെ സ്ട്രെങ്ത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇപ്പൊ ട്രാൻസ്പോർട്ടിങ്ങിന്റെ 5-6 പോയിട്ട് ആ ഒരാളാണ് യാത്രക്കാര് നിങ്ങളെ ഈ കാര്യത്തിന് അതിന് ഒരാഴ്ച മുമ്പ് പട്ടാമ്പിയുള്ളതും ബസിന്റെ ആൾക്കാർ ഇവരൊക്കെ വന്ന അവിടെ ഒരു സിയുടെ മുമ്പ് ഞങ്ങൾ ആരുടെ ചർച്ച ചെയ്തത് സിയുടെ മുമ്പ് സംസാരിച്ച് തീരുമാനമാക്കി പോയതാണ്. ആണോ? ആ സിയുടെ മുമ്പ് സംസാരിച്ച് തീരുമാനിച്ചല്ല. കാരണം സിയെയും അവരും കൂടിയായിരുന്നു സംസാരിച്ചത്. ഞങ്ങൾ ആരും ഇടപെട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. തീരുമാനിച്ചു പോയ കേസാണ്. പിന്നീടാണ് പെട്ടെന്ന് യാത്രക്കാര് നിങ്ങൾ എന്തോ തർക്കവും വീഴും തല്ലുപിടിയൊക്കെ ഉണ്ടാക്കണമെന്ന് ശരി ബസ്സിലിരിക്കുന്ന യാത്രക്കാരിരിക്കുന്ന ബസ് വെച്ചിട്ട് മറ്റേ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഇതും ചെയ്യണത് പരിപാടി ശരിയല്ല. അതാരായാലും അത് ഒന്നും പെടാത്തവരാണ് യാത്രക്കാരെ കുട്ടികൾ വരണ്ടാവും. ചിലപ്പോ ഈ തട്ടണ കണ്ടിട്ട് ഒരു കുട്ടിക്ക് വല്ലതും തട്ടി ബോധം കെട്ടി വീണ് കഴിഞ്ഞാലോ വല്ലതും സംഭവിച്ചത് ആര് സമാനം പറയും? നിങ്ങളുടെ ടൈമും കാര്യങ്ങളൊക്കെ ശരി അത് അതിന്റെ പുറത്ത് പറഞ്ഞു തീർക്കാറുണ്ട്. യാത്രക്കാരെ കയറ്റി ബസ് വെച്ചിട്ട് ഈ തർക്കം അങ്ങനെ ഉണ്ടെങ്കിൽ പരാതി വീണ്ടും പറയാം. നിങ്ങൾ വന്നിട്ട് ഈ പറമാര് പരാതി ഉണ്ട് ഇന്നതുമായി തീരുമാനിക്കണം എന്ന് പറഞ്ഞ് ചെയ്യാം. അല്ലാണ്ട് യാത്രക്കാരെ കയറ്റി ഇത്തരം കുട്ടികളടക്കമുള്ള യാത്രക്കാരെ കയറ്റി ബസ് വണ്ടി പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നത് ആ പരിപാടികളൊന്നും സമ്മതിക്കില്ല. അത് വെച്ചിട്ട് ആയിരിക്കും വേണ്ട. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയില് അഡ്ജസ്റ്റ്മെന്റുകൾ തീരുമാനിക്കാന്നല്ലാണ്ട് അതൊരു നിയമമായിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മള് ബസിന്റെ ഒരു ബസിന്റെ ടൈമിംഗ് പോലീസിനും ചെയ്യാൻ കഴിയില്ല. അത് ഡ്രൈവിംഗ് കമ്മിറ്റി പാലക്കാട് കൂടി അവര് തീരുമാനിക്കണം. അതിന്റെ ഇതിനെ പറ്റുള്ളൂ. പോലീസ് പറയുന്നത് എന്താ പറഞ്ഞാൽ നിങ്ങളുടെ ഓട്ടത്തിന് പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്ട് നമ്മള് ഒരിക്കലും ടൈമിംഗ് മാറ്റാനോ കൂട്ടാനോ പറയാൻ പറ്റില്ല. പിന്നെ വണ്ടി ആക്സിഡന്റ് ആയ കാര്യം ടൈമിങ്ങിന്റെ ബോർഡ് വർത്താനം പറഞ്ഞതിനല്ല അവിടെ കേസ് എടുത്തത്. വണ്ടി കൊണ്ടുപോയിട്ട് യാത്രക്കാരെ വെച്ച് വണ്ടി കൊണ്ടുപോയി യാത്രക്കാരുള്ളപ്പോ കൊണ്ടുപോയിട്ട് മറ്റേ വണ്ടിയിലെ ഓവർടേക്ക് ചെയ്ത് കയറി അതിന്റെ സൈഡിൽ തട്ടി ഇത് പറ്റിയോണ്ടാണ് കേസ് എടുത്തത് പരാതി അല്ലേ? അതിനാണ് അവിടെ കേസ് എടുത്തത്. അല്ലാണ്ട് ഇത്ര ടൈമിങ്ങിൽ ചെറുതുരുത്തി സ്റ്റേഷനിൽ മാത്രം 5-6 കേസ് തൃശ്ശൂർ വണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റേഷനിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. തീരുമാനാക്കാതിന്റെ നിങ്ങൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് മാക്സിമം നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങളുടെ അവസ്ഥകളും. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളായിട്ട് ബലപ്പെടുത്തം വേണ്ട കാര്യത്തിലാണ് ഞങ്ങൾ തയ്യാറിക്കുന്നത്. പക്ഷെ ഈ സംഘടനയുടെ ഭാരവാഹിത്വം വെച്ചിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ പണിക്കാർക്ക് ഇത് അറിയുന്നില്ല. അവർ ഞങ്ങളെ പറയുമ്പോൾ അറിയുന്നത്. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞു ചെപ്പശ്ശേരി ഗ്രൂപ്പില് എന്നും പണിക്കാർ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ ഇന്നും PWD ആൾക്കാരെ ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺട്രാക്ടർമാരെ. ഇപ്പൊ ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ മാക്സിമം തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇപ്പുറത്തെ കുഴി പറഞ്ഞു ഞാൻ സമുദ്രത്തെ അവിടുത്തെ കുഴി പറഞ്ഞു. ആ കുഴി ഇപ്പൊ തുടങ്ങിയ കുഴി അല്ലാതെ ഈ മഴ പറഞ്ഞ നേരം നിങ്ങൾ പറഞ്ഞു ഇന്ന് മഴ പെയ്യാൻ തുടങ്ങിയത്. ഇന്നാണ് മഴ പെയ്യാൻ തുടങ്ങി. ഇത്ര ദിവസം നല്ല വെയിലായിരുന്നു. ഒരാളെ അടയ്ക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ട് ഇപ്പൊ ഈ ഇവിടെ പട്ടാമ്പിട്ട് നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞ റൂളാണ് ഞാനിപ്പോ വണ്ടി ഓടിച്ചത്. ആ അടിസ്ഥാനത്തിൽ ഇപ്പൊ വണ്ടി കോടതിയിലാണ്. ഇതിന് ഞാൻ ആരും മറുപടി കൊടുത്തില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് സർവീസ് നടത്തിയതല്ല. നിങ്ങൾ ഇവിടെ എടുത്ത തീരുമാനം അനുസരിച്ചാണ് സർവീസ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ മറ്റുള്ളവരെ 2 മിനിറ്റോ 3 മിനിറ്റോ എടുത്തിട്ടുള്ള സർവീസ് നടത്തിയിട്ടില്ല. ഇന്നല്ല ഇവിടെ വന്നത് അവിടെ കൈ കഴുകി പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോ അവിടെ കൈ കഴുകി. ഞാൻ ആരെടുത്ത് വിട്ട് മറുപടി പറയും. ഇയാളുടെ വണ്ടിയുടെ ആ 2 മിനിറ്റിന്റെ പ്രശ്നം ആദ്യത്തെ ഒരു പ്രാവശ്യം വിളിച്ചു. അന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ അപ്പൊ CI സാർ പറഞ്ഞു അതൊന്നും ഇവിടെ നടക്കാനില്ല. ആ ടൈം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫലപ്രാപ്തി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് നമുക്ക് ആവശ്യമായ സമയം നമുക്ക് അടുത്ത ടൈമിംഗ് കോൺഫറൻസിൽ അവതരിപ്പിക്കാവുന്നതും നമുക്ക് വേണ്ട സമയത്തേക്കാണ് ഇതിന് പാലക്കാട് പട്ടാമ്പി ഒറ്റപ്പാലം പട്ടാമ്പി റോഡിലുള്ള ബസ്സുകൾക്ക് പുറത്തുള്ള സ്റ്റേജിൽ കയറുന്നത് കൊണ്ട് തടസ്സങ്ങളൊന്നും തന്നെ വരും തോന്നുന്നു. കാരണം ഇതിലിപ്പോ സ്പീഡിൽ എത്തിക്കുന്ന കാര്യത്തിൽ വരെ സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ റോഡിൽ എത്തി പോകാൻ പറ്റിയ റോഡില്ലാത്തത് പുള്ളി പറഞ്ഞതുപോലെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിക്ക് തുറന്നു അല്ലെ? റെഗുലേറ്ററി കമ്മിറ്റി എടുക്കുന്ന തീരുമാനം അത് ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടുകാരുടെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. സ്റ്റേജ് കയറിയത് ബസ് ഇതിനു വേണ്ടി പബ്ലിക് സർവീസുകൾക്ക് അല്ലെ? പൊതുജന സേവനാർത്ഥം നമ്മൾ ഓടിക്കുന്ന വണ്ടിയാണ്. അപ്പോ അതിനു വേണ്ടി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കാൻ എല്ലാവരും മനസ്സിലാക്കി.
ഇതിന്റെ അതിൽ ചെറിയ പ്രശ്നങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അത് നമ്മളാൽ തന്നെ പരിഹരിക്കപ്പെടും. ഒരു കാര്യം 100% നോക്കിയിട്ടുണ്ട് ഇല്ല, നമ്മളാൽ പരിഹരിച്ചു കൊണ്ടുപോകാം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ഓരോ ചർച്ചകളായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ക്രോഡീകരിച്ച് നോക്കുന്നത്. അതിനുവേണ്ടി കഴിഞ്ഞ ഇതിന് മുന്നേ ഒരു മിനിറ്റ് മുൻപേ നടന്ന മീറ്റിംഗിൽ 2 മിനിറ്റ് സമയം എല്ലാവർക്കും വേണം എന്നുള്ള രീതിയിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനമെടുക്കുകയും മേള തുറന്ന തിയേറ്ററിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു, വീഡിയോ ഉണ്ട് തരാം. അവിടുത്തെ ഒരു പാർക്കിംഗ് ഒഴിവാക്കാൻ പറ്റാത്ത ഇവിടുത്തെ സംവിധാനത്തില് എങ്ങനെയാണ് സാറേ കൂടെ ഈ വണ്ടി കൊളാക്കുന്നത്? ഒന്ന് പറയാനുള്ളത് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഈ റെയിൽവേ കൂടെ ഉള്ള ഈ ബൺവേ സംവിധാനം. അതുകൂടി ദയവായി പരിശീലിക്കുന്നത് ഒരു അപേക്ഷയാണ്. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് പറയാനുള്ള ഒരു അപേക്ഷ, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ള ഒരു അപേക്ഷ. കാരണം വെച്ചാൽ ഇവരെ കൊണ്ട് കഴിയില്ല. ഇവിടുത്തെ ഒരു വിഭാഗങ്ങളുടെ മാത്രം ആൾക്കാരാണ് ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഇവർക്ക് ഇവിടുത്തെ സൈഡിലത്തെ ഈ കോൺവെന്റിലേക്കോ അല്ലെങ്കിൽ ഈ സ്കൂളിലേക്കോ കൊടുത്ത വണ്ടികൾ മാറ്റാനോ അല്ലെങ്കിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന പാർക്കിംഗ് സൗകര്യം ഉണ്ടായിട്ടും അതിൽ വെക്കാണ്ട് പുറത്ത് വെക്കുന്നവർക്ക് നേരെ നടപടി എടുക്കണം. ഇവിടെ ഒരു തിയേറ്ററേറെ വന്നു കഴിഞ്ഞാൽ ആ തിയേറ്ററിന്റെ ഇച്ഛാശക്തിക്കല്ലാണ്ട് വേറെ ഒരു ഇച്ഛക്കല്ലാണ്ട് വേറെ രൂപത്തിൽ പെരുമാറാൻ ഇവിടെ കഴിയില്ല. ആ തിയേറ്ററിന്റെ മുന്നിൽ തന്നെ അന്തം വിട്ടൊരു പാർക്കിംഗ്, അടിപൊളി പാർക്കിംഗ്, വിത്ത് ക്യാമറ കൊടുത്ത പാർക്കിംഗ്, അതിൽ പോലും വെക്കാണ്ട് ആ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ വെച്ച് അവിടെ നമ്മൾ ആരെങ്കിലും ഇതിൽ പെട്ട യൂണിഫോം സാറന്മാർ യൂണിഫോം ഇല്ലെങ്കിൽ അവിടെ വണ്ടി കൊണ്ട് നിർത്തിക്കൂടി അവിടുത്തെ സെക്യൂരിറ്റിക്കാർ കൊണ്ടുപോകാൻ വന്ന് അടിക്കരുത്, പരക്കെ ചെയ്ത് കൊണ്ടുപോകും ഒക്കെ ഒഴിവാക്കാൻ മേള കഴിഞ്ഞ വന്ന് പോയിട്ട് ചാവിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ആലോചന കേട്ടാ ഞങ്ങൾ തീർത്ത് പറയണം, നിങ്ങൾ ഈ വണ്ട സംവിധാനം ഒരിക്കലും നിർത്തിയിരിക്കില്ല. റെയിൽവേയുടെ അവിടെ ഷൊർണൂരിന്ന് പല സ്ഥലത്ത് വരുന്ന കുറെ വണ്ടികൾക്ക് റെയിൽവേയുടെ അവിടെ സമയമുള്ളതാണ്. അത് ടൈം ഫ്ലാഷും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ആ അച്ചാരം ഉൾപ്പെടുന്ന എല്ലാവർക്കും അതിന് കാര്യങ്ങളാണ്. വേറെ കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സമാധാനത്തിൽ ഉണ്ടാവും, പക്ഷെ ഭൂരിപക്ഷം അത് ബുദ്ധിമുട്ടാവും. ഇതുകൂടി പറയാം. പിന്നെ ഒരു കാര്യം കണ്ടേട്ടാ, നേരത്തെ പറഞ്ഞു സ്റ്റാൻഡിൽ കയറുന്നവരെ ഞങ്ങൾ നിർബന്ധമായിട്ട് കേട്ടിട്ടില്ലാന്ന്. അവിടെ നിൽക്കുന്ന വൈറ്റ് കാർഡിൽ പെട്ട ഒരാൾ എന്റെ തുറന്നു പറഞ്ഞതാണ് ഇതിന്റെ ഉള്ളിൽ ഇത്രയും സ്ഥാപനങ്ങളുള്ള ആള്, ആ സ്ഥാപനങ്ങൾക്ക് ആൾക്കാർ വരും, അവരൊന്നും ചാർജ് ചെയ്യാൻ എടുത്ത് പറഞ്ഞിട്ടില്ല, അവരെ ഫോട്ടോ എടുക്കാൻ എടുത്ത് പറഞ്ഞില്ല. നിങ്ങൾ കയറുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ മാത്രമാണ് എന്റെ വഴി പറയുന്നത്. അത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു ഇവിടുത്തെ ആരാന്ന് പറഞ്ഞത് പോലീസാണോ? അല്ല, പിന്നെ മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അതിന് മാത്രമുള്ള സംവിധാനം ഈ ഷൊർണൂർ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പോലീസ് വിചാരിക്കില്ല. പോലീസ് വിചാരിക്കും ഏതെങ്കിലും കുട്ടി പരാതിയോടെ ചെല്ലണം, വണ്ടി നോക്കണ്ട, നമ്പർ നോക്കണ്ട, ഒപ്പം നോക്കണ്ട, ആ പോട്ടെ. ഇപ്പൊ പുതിയൊരു സംവിധാനം കോടതി, പുതിയൊരു സംവിധാനം അല്ല, അല്ലെങ്കിൽ കോടതി പോകുമ്പോൾ ഞങ്ങൾക്കും നിയമപരമായിട്ട് പോകാൻ അറിയാനില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു അടവിലേക്ക് ഉദ്ദേശിക്കുന്നില്ല. നമ്മളിവിടെ സമാധാനപരമായിട്ടാണ് എല്ലാം ആഗ്രഹിക്കുന്നത്. അത് മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. എന്ത് നമ്മൾ കാരണം ഈ മുനിസിപ്പാലിറ്റിക്ക് ഒരു 10 രൂപ കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷെ ഞങ്ങൾ ഉപദ്രവിച്ചാവും. അതേപോലെ തന്നെ പോലീസ് സംവിധാനം, തൊട്ടപ്പുറത്താണ് ബസ് സ്റ്റാൻഡ്, തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ. പോലീസിന് വിചാരിക്കുന്ന പോലീസ് സംവിധാനം കറക്റ്റായിട്ട് പേരിലാണ് വീട് വരാത്തതല്ല, ഞങ്ങൾ വരുത്താത്താണ്. ഞങ്ങൾ അവിടെ എന്ത് വിഷയം ഞങ്ങളവിടെ പറഞ്ഞിട്ട് ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോവാണ്. നമ്മുടെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇവിടുന്ന് കുട്ടികളുടെ സംവിധാനം നമ്മളിവിടെ ഉണ്ടാക്കിയത്. അതല്ല, ആ കുട്ടികൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം മുന്നേ വരെ ഇവിടുത്തെ പോലീസ് വലിയ പഠിക്കില്ല. നമ്മുടെ ആ ബുക്കിംഗ് ഓഫീസിൽ അവിടുത്തെ ഷൊർണൂർ ബുക്കിംഗ് ഓഫീസിൽ അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഷൊർണൂർ പോലീസ് കണ്ടുപിടിക്കല്ല അറിയിച്ച് പോലീസ് അവിടെ ശക്തമായ രീതിയിൽ ഇടപെട്ടും അങ്ങനെ കുറെ നടപടികളുണ്ട്. അത് കുറെ വർഷങ്ങളായി ഇവിടെ ഇല്ലാത്തതാണ്. കാരണം നമ്മൾ ഈ കുട്ടികളെ എല്ലാവരും കൂടി സ്റ്റാൻഡിൽ വരുത്താത്തതാണ് പോലീസിന് ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു. അതിന് പകരം പോലീസ് അവിടുത്തെ ആ റെയിൽവേയുടെ അവിടെ മുതൽ അല്ലെങ്കിൽ ഷൊർണൂർ മേള തിയേറ്റർ മുതലുള്ള ബസ് സ്റ്റോപ്പ് ഈ റോഡിന്റെ ഈ സൈഡിലുള്ള അനധികൃതമായിട്ടുള്ള പാർട്ടി അത് ഒഴിവാക്കി തരാൻ ചെയ്തു തന്നിട്ടില്ല, ഇപ്പോഴും ചെയ്തു തരുന്നില്ല. അപ്പൊ ഈ ഒരു സംവിധാനം നിങ്ങൾ ഒരിക്കലും കൊണ്ടുവരുന്നൊരു അപേക്ഷയുണ്ട്. കോൺട്രാക്ടറിന് ഞങ്ങളെ കൂടി ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒരു ബസ് സ്റ്റാൻഡിൽ സാർമാർ ആരാ ചാർജ് ചെയ്യാൻ പറ്റുക ഒന്ന് പറഞ്ഞു തരുമോ? ഞങ്ങളായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിലുള്ള വണ്ടികളെ ഫോട്ടോ ഞങ്ങൾ ഇട്ടേക്കാം. എന്നാൽ ചാർജ് ചെയ്ത ലിസ്റ്റ് കൂടി ഞങ്ങൾ കാണുമല്ലോ. ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വണ്ടി കയറില്ല. അത്ര മിനിയാണ് ഞാൻ ഫോട്ടോ എടുക്കണം കഴിഞ്ഞാൽ വണ്ടിയിൽ വെച്ച് ഫോട്ടോ എടുക്കണം വെച്ചാൽ ഒരു രാജപ്രഭയാണ് തോന്നുന്നു കയറി വരുന്നു, ഒരു കാർ കൊണ്ട് വരുന്നു, അവനാ കയറ്റത്തിൽ വെച്ച് രാജപ്രഭ നിർത്തിയിരുന്നു. KSRTC ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അവിടെ നിൽക്കുന്നു, അതിന്റെ ബാക്കിൽ ഞാനും നിൽക്കുന്നു. അവിടുന്ന് വണ്ടിക്ക് വരാൻ സൈഡ് കൊടുക്കണം, അപ്പുറത്തെ എല്ലാം നിൽക്കണം, ഒക്കെ ഇതിന്റെ ഉള്ളിലെ പാർക്കിങ്. ഓക്കെ, ഞങ്ങളുടെ നാട്ടില് അന്ന് കുഴി അടക്കാൻ ഇവർക്ക് ഓപ്ഷനും ഇല്ല.
ഈ ബസ്സുകാർ എന്ത് ചെയ്യും? ഞങ്ങൾ മുൻകൂർ ടാക്സ് അടിച്ചിട്ട് സർവീസ് നടത്തുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഓടാൻ റോഡ് നിർത്തിയില്ല. ഇതിന് എന്തെങ്കിലും ഓപ്ഷൻ ഇതിൽ നിന്നുണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ലെറ്റർ കൊടുക്കാൻ പോണ് ഷർണൂർ മുതൽ കൊളപ്പുള്ളി വരെയുള്ള സർവീസ് നിർത്തുകയാണ്. ഞങ്ങൾ വേറെ വഴി തേടി പോകേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ വെച്ച് സർവീസ് അവസാനിപ്പിക്കേണ്ട സ്ഥിതിയാണ്. വേറെ ഒരു ഓപ്ഷനും ഇല്ലാന്നല്ലേ എവിടെ പറഞ്ഞേ? ഓക്കെ, ഇതാണ് അതിനെ പറ്റി ഒന്ന് പറയാനുള്ളത്. ആ റോഡ് നേരാളയുടെ കാര്യം. നിങ്ങൾ കൊളപ്പള്ളി ടു പട്ടാമ്പി റോഡിൽ നിങ്ങളാണല്ലോ ആ കുഴി എന്ന് തീർത്തു തരും. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ അറിയാം. ഞങ്ങള് ഈ ഇവിടെ ഓട്ടം നിർത്താൻ പോകണം. ഞങ്ങൾ പെട്ടെന്ന് നിർത്താൻ ഞങ്ങൾക്ക് ഉറപ്പില്ല. ഇവിടെ ആർട്ടിയൊക്കെ അറിയാം. ഞങ്ങൾ കത്ത് PWDയുടെ കീഴിലാണ്. ഓക്കെ, പക്ഷെ ഇനി ഏതെങ്കിലും മീറ്റിംഗ് വിളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പറയണു, അവരെയും കൂടി ഉൾപ്പെടുത്തണം. കാരണം അവർ പറയുന്നില്ല അത്. ഇനി ഈ റോഡിൽ നിങ്ങൾക്ക് കുഴിയടക്കാൻ ഒരു ഓപ്ഷനും ഇല്ലേ? അല്ല, അത് ടാറിങ് പ്രശ്നമാണ്. നമ്മുടെ റോഡിൽ കുഴി അടക്കാൻ വല്ല ഓപ്ഷനും ഉണ്ടോ? നിലവിലില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഉണ്ട്. അല്ലെ, അല്ലെങ്കിൽ ഞങ്ങൾ അടക്കാട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോ കണ്ടുണ്ടോ? ഞങ്ങൾ അടക്കാം. നിങ്ങൾക്ക് ഇനി ഞങ്ങൾ അടക്കാം പറഞ്ഞാൽ മതി. ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ന് അടക്കും. അതൊന്നും പറഞ്ഞാൽ തെറ്റില്ല. കാരണം ഇതിന്റെ മുന്നേ സംഭവം ഒറ്റപ്പോലെ ഷർണൂർ CI ആണ് ശരിക്കും എന്താണ്. കാരണം സാറ് ഒന്നുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല പറഞ്ഞു. ഇവിടെ എടുത്തൊരു തീരുമാനം 2 മിനിറ്റ് ഇവിടെ മുനിസിപ്പാലിറ്റി എടുത്ത തീരുമാനമാണ്. ഷർണൂർ അസോസിയേഷനോ ഒറ്റപ്പാല അസോസിയേഷനോ എടുത്ത തീരുമാനമല്ല. അതിലുള്ള ആൾക്കാർ കേൾക്കാൻ എടുത്ത തീരുമാനമല്ല. ഇവര് അടിച്ചേൽപ്പിച്ചതും ഇവരിങ്ങനെ പോകണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുന്ന് പോകുന്ന വണ്ടികൾ പോകുന്നതും തൃശ്ശൂർ വണ്ടിക്കാർക്ക് സ്റ്റേ ഉണ്ടാവുകൊണ്ട് അവർ അങ്ങോട്ട് പോകുന്നതുമാണ് ഇവിടെ സംഭവിച്ചത്. അതിൽ പല ആളുകളും ഈ അസോസിയേഷൻ എടുത്തല്ലേ ഇവിടെ വരുന്ന. ഇപ്പൊ ഞാൻ അസോസിയേഷന്റെ പ്രതിനിധിയായിട്ടും തൊഴിലാളികളുടെ പ്രതിനിധിയായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ പല ആളുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സമയത്തിന്റെ ഭാഗമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ആ വണ്ടി ഇപ്പോഴും കോടതി ഇവിടെ പോലീസ് സ്റ്റേഷൻ കിടക്കുന്നുണ്ട്, കോടതിയിലേക്ക് ഇട്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അത് ഒരു പ്രാവശ്യം വിളിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ മിനിസ്റ്റർ ഇതിനെ ഇവിടെ ഇപ്പൊ മിനിസ്റ്ററിന് ഇപ്രാവശ്യം എന്ത് തീരുമാനം എടുത്താലും അത് വായിക്കണം. ആ മിനിസ്റ്ററിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ ട്രാഫിക് റെഗുലേറ്ററിക്ക് ഒരു പവർ ഉണ്ട്. അത് ചില ആൾക്കാർക്ക് അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ആ തീരുമാനം എടുത്താൽ എല്ലാ വണ്ടികൾക്കും ബാധ്യത. അല്ലെങ്കിൽ അന്ന് മുതലേ ഈ വണ്ടികൾ അവിടെ കയറാൻ പാടില്ല. പിന്നെ അതിന്റെ പേരിൽ തൃശ്ശൂർ വണ്ടിയാണെങ്കിലും പട്ടാമ്പി വണ്ടിക്കാരാണെങ്കിലും പാലക്കാട് വണ്ടിക്കാരാണെങ്കിലും ലോക്കൽ ഓടുന്ന വണ്ടിക്കാരാണെങ്കിലും തമ്മിൽ ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കത്ത് കൊടുത്ത് ഒഴിവാണ്. അതിന് പകരം ആ വണ്ടി ഒരു പ്രാവശ്യം വിളിച്ചോടെ പ്രശ്നം ഉണ്ടായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അവർ തമ്മിൽ രസലുണ്ടായി ഒരു വണ്ടി കോടതിയിലേക്കാണ്. അതിൽ ഒന്നുമില്ലെങ്കിൽ എത്ര മിനിറ്റ് ആണെന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കണം. അവർക്ക് എല്ലാവർക്കും അങ്ങേരാണെങ്കിൽ അത് എല്ലാവർക്കും ഓക്കെയാണ്. അതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല കയറാൻ. പക്ഷെ ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം ഈ സാറല്ലായിരുന്നു ഓടാണോ കടന്നു കിട്ടാൻ നമുക്ക് 1 മിനിറ്റ് പിടിക്കും. ഒരു വണ്ടി മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ഇവിടുന്ന് ഷൊർണൂർക്ക് ഓടിയെത്തുക അല്ലെങ്കിൽ പട്ടാമ്പിക്ക് ഓടിയെത്തുക? ഒരു സ്റ്റേജ് ഒരു നമുക്ക് റണ്ണിംഗ് ടൈം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഓടാൻ പറ്റുള്ളൂ. അതിന് ഞങ്ങൾ ഇത്രയും പ്രഷർ ചെയ്തിട്ട് ഞങ്ങൾ ഓടി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാത്രം പറഞ്ഞു, ജനങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞു. അവിടെ നിന്ന് കയറി വരുന്ന 4 ആള് 5 ആളോ കയറുന്നു. ഈ കൊളപ്പള്ളി ചാനൽ ഇപ്പോഴും സജീവമായിട്ട് നിങ്ങൾ പറഞ്ഞു ആക്റ്റീവ് ആണെന്ന്. ആ ചാനൽ വരുന്നത് ഈ കടകളിലേക്കുള്ള പാർക്കിംഗ്, അവർക്ക് സൗകര്യങ്ങൾ പാർക്കിംഗ് അങ്ങനെ വരുന്നവരല്ലാണ്ട് നമുക്ക് അവിടെ നിന്ന് യാത്രക്കാർ കയറിയിട്ട് ഇതുവരെ അവിടെ ഒരു തിക്ക് തിരഞ്ഞ യാത്രക്കാർ ഇതുവരെ സർവീസ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇത്രയും അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിങ്ങൾ ഞങ്ങളെ ഒന്ന് മാനിക്കും. ഒന്നെങ്കിൽ തൽക്കാലം റോഡ് അടച്ചെങ്കിലും തരും നിങ്ങൾ, എന്നിട്ടല്ലേ നമ്മൾ ഇത് പറയാം. നിങ്ങൾ സിഗ്നൽ ഓപ്പൺ ആക്കി ബീവറേജിന്റെ അവിടെ നിന്ന് വരുന്ന റോഡിൽ എവിടെ നിങ്ങൾക്ക് അവിടെ ചായക്കട കണ്ടാൽ അവിടെ നിർത്തും വണ്ടി. ഞങ്ങൾക്ക് ഫ്രീ ലെഫ്റ്റ് ഉണ്ട് പറഞ്ഞാൽ അവിടേക്ക് തൃശ്ശൂർക്ക് പോകാൻ ഫ്രീ ലെഫ്റ്റ് ഇല്ല. പട്ടാമ്പിക്ക് പോകാൻ ഇവിടുന്ന് ഷൊർണൂരിൽ നിന്ന് പോകുമ്പോൾ ഫ്രീ ലെഫ്റ്റ് ഇല്ല, പാർക്കിംഗ് ആണ്. ഞാൻ 1-2 ഫോട്ടോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതേപോലെ തന്നെ അവിടുത്തെ കുണ്ടുമൊഴി ഇന്ന് 11 മണിക്ക് സ്റ്റാൻഡിൽ കയറി ഇറങ്ങിയ വണ്ടീനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് റോഡിൽ, അതായത് ഓട്ടോ സ്റ്റാൻഡിന് മുമ്പിൽ കാറ് വിലം കടിച്ച് നിർത്തിയാണ് റോഡിൽ. ആ വണ്ടി തിരിയുമ്പോ ഈ വണ്ടി കാറുമ്പോ പറഞ്ഞാൽ പിന്നെ അവിടുന്ന് വണ്ടി വിടും. അപ്പോഴും ഞങ്ങൾ ബസ്സുകാരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞില്ലേ? അത് പറഞ്ഞില്ല. ഇന്നൊരു മണിക്ക് ഉച്ചക്ക് 1 മണിക്ക് കുഴപ്പമില്ല സ്റ്റാൻഡിന്റെ ഉള്ളിലുള്ള വണ്ടികളാണ് കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും അതേ വണ്ടി നമ്മള് സ്റ്റാൻഡിൽ നമ്മള് കാണാൻ അതേ വണ്ടി തീരെ പണിക്കിട്ടാത്ത വണ്ടികൾ കിടക്കും. ഹോംഗാർഡ് പോയപ്പോ കൊളപ്പുള്ളി ബസ് സ്റ്റാൻഡില് നിങ്ങൾ പറഞ്ഞ പ്രകാരം പാർക്കിംഗ് അങ്ങനെ വരുമ്പോ നമുക്ക് ഒറ്റപ്പാലത്ത് വരുന്ന വണ്ടികൾക്ക് കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിട്ടുന്നത് ഒഴിവാക്കിയിട്ട് കുറച്ച് സമയം കിട്ടുന്നത് നോക്കും. അതൊന്നും നിങ്ങൾ എങ്ങനെയാണ് അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായത്തെ പറ്റി നമ്മള് നോക്കുകയാണ്. ബാക്കിയുള്ളതിനൊക്കെ ഇപ്പൊ നമ്മള് നോ പാർക്കിംഗ് ബോർഡ് വെച്ചോടൊക്കെ പോലീസ്, വണ്ടി നിർത്തിയോടൊക്കെ പോലീസ് ഫൈൻ ഇടാക്കുന്നുണ്ട്. ഫൈൻ അടിക്കുന്നതിന് വേറെ വണ്ടിയുള്ളൂ. അതല്ലാതെ ഇപ്പൊ നമ്മൾ അവിടെ പോയ ആളുകളുടെ തമ്മിൽ കൂടിയിട്ട് വണ്ടി മാറ്റാനൊന്നും നമ്മളെ സാഹചര്യം ഇല്ല. അവിടെ ഫൈൻ അടിച്ചു വിടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. അത് പരമാവധി ഇപ്പൊ MPD വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ നിങ്ങൾ പുറത്തു കൂടെ പോകുമ്പോൾ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് അവിടെ പാർക്കിംഗ് അടിച്ച് അതിലും കൂടി
ഫൈൻ അടിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മള് നിലവിൽ ബസ് സ്റ്റാൻഡ്. ഞങ്ങളിങ്ങനെ വന്നിട്ട് ഓരോ ചെയർമാന്മാരും വരുമ്പോ നമ്മളോട് വിളിച്ചു പറയുന്നത് ഞങ്ങള് നാട്ടില് ഞങ്ങൾക്ക് അത്രയും ആളുകൾ നമ്മളോട് സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇപ്പോ ഏകദേശം ഒരു മാസക്കാലമായിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡ് സജീവമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ തുടങ്ങി. നമുക്കിപ്പോ ബൈപ്പാസ് അവിടേക്കുള്ള ബൈപ്പാസിന് ഏകദേശം ബസ് സ്റ്റാൻഡ് ബസ്സൊക്കെ ഒരു ലൈവായി തുടങ്ങിയപ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നിട്ടുണ്ട്. സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് ആളുകൾ തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് തരാനാണ്. പക്ഷെ ബസ് സ്റ്റാൻഡ് ബസ് കയറി ബസ് ലൈവായാലും നമുക്ക് ഇതിനൊക്കെയുള്ള സാഹചര്യം ഈ പരിമിതികളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയും നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ ആക്ഷേപങ്ങൾ കേൾക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ഒക്കെ തയ്യാറായിട്ടാണ് നമ്മൾ ഈ യോഗത്തിലേക്ക് നിങ്ങളെ വിളിച്ചു വരുന്നത്. പിന്നെ നമ്മള് കൂടിയതിന്റെ കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മൾ പറയാനുള്ളത്, നമുക്ക് ഇപ്പൊ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബാക്കിയുള്ള ബസ്സുകളൊക്കെ കയറുമ്പോൾ നമുക്ക് അവർക്ക് അറിയാം, അവിടെ ജനങ്ങൾ മുഴുവൻ അവര് ബസ് സ്റ്റാൻഡിൽ ആളുണ്ട്. നിങ്ങൾക്കറിയാലോ, ഏത് സമയത്തും ബസ് സ്റ്റാൻഡിൽ ബസ് കയറാൻ ആള് നിൽക്കുന്നുണ്ട്. ആളുകളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. മഴയും വെയിലും കൊള്ളാത്ത കുട്ടികൾ ബസ് ഇറങ്ങാനും കയറാനും ഉള്ള സൗകര്യം ഉണ്ടാകുന്നുണ്ട്. നമുക്കൊരു കണക്ഷൻ ഇല്ലാത്തത് അവിടെ നിന്ന് കുളപ്പള്ളിയിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ ഒരു കണക്ഷൻ ഇല്ലാന്നുള്ള ഒരു പ്രശ്നമാണ്. പട്ടാമ്പിക്ക് പോവാൻ അവിടെ പട്ടാമ്പി ബസ് കയറുന്നുണ്ട്, ഒറ്റപ്പാലത്തേക്ക് പോകാൻ ഒറ്റപ്പാലത്തേക്ക് കയറുന്നുണ്ട്, ഒറ്റപ്പാലം ബസ്സാണ് കയറുന്നത്, ചെർപ്പളശ്ശേരി അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് തൃശ്ശൂർക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നടന്ന് നമ്മൾ ഷൊർണൂര് പ്രസിന്റെ മുന്നിൽ ബസ് സ്റ്റോപ്പിലേക്ക് വരേണ്ട ഒരു സാഹചര്യമാണ്. ആ പ്രശ്നം നമ്മൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ടാണ് ഇന്ന് നമ്മൾ തൃശ്ശൂർ ബസ്സിനെ കൂടി വിളിച്ചത്. ഇപ്പോ കഴിഞ്ഞ ആഴ്ച വരെ അവിടെ നമ്മൾ ഹോം ഗാർഡിനെ നിർത്തിയിരുന്നത്. നഗരസഭ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അവിടെ ഹോം ഗാർഡിനെ നിർത്തിയിരുന്നത്. വണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് കയറാനില്ല. അതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് കയറുന്ന വണ്ടികൾക്ക് മുഴുവൻ ഇവിടെ പോലീസ് ഫൈനിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഫ്രീ ലെഫ്റ്റിൽ പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്കും നമ്മൾ ഫൈനിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലൊരു വിഷയം എന്താ വെച്ചാൽ, ഒരു 7-8 കൊല്ലമായിട്ട് ബസ് സ്റ്റാൻഡിൽ ബസ് കയറാത്ത ഒരു സാഹചര്യമാണ്. അവിടെ ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അത് ബസ് കയറാൻ തുടങ്ങിയിട്ട് നമുക്ക് ഏകദേശം ഒരു മാസം ആയിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിയുന്നതോട് കൂടിയിട്ട് ഇതാ ലെവലിലേക്ക് വരും. പിന്നെ ഫ്രീ ലെഫ്റ്റിന്റെ വിഷയം നമ്മളിവിടെ ഇപ്പൊ പോലീസിനോട് ഇങ്ങനെ വരുന്നതിന്റെ മുന്നേ നമ്മൾ ട്രാഫിക് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ കൂടി അതിൽ MVD പോലീസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഓപ്പോസിറ്റ് സ്റ്റാൻഡ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റിയ അവിടെ ഈ സൈഡിലുള്ള കാര്യങ്ങൾ കുറെ കൂടി ഇതാവുന്നതാണ്. പക്ഷെ എന്താ നമ്മളത് ബാക്കിലേക്ക് വലിച്ച് അവിടെ കുറച്ച് സ്ഥലം കിട്ടുന്നതാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. നമ്മൾ ആ യോഗത്തിൽ നിങ്ങൾ പറഞ്ഞത് ഡിവൈഡറിന്റെ ബാക്കിലേക്ക് ഓട്ടോ സ്റ്റാൻഡ് മാറ്റുന്നതാണ്. നമ്മൾ വിചാരിച്ചിരുന്ന മാറ്റി കഴിഞ്ഞാൽ അവിടെ സമയത്തിലൂടെ ഓടി തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഏകദേശം ആ പമ്പിന്റെ അതുവരെ നമുക്ക് പ്രീലിയത്തിന്റെ വണ്ടി കയറിപ്പോഴും സ്ഥലം വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഓട്ടോ സ്റ്റാൻഡ് അതുവരെ വെച്ചിട്ട് നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡ് ബസ് നിർത്തുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അവരോട് പറയാൻ തീരുമാനിക്കും. നിലവില് അവർ ജിതിൻ പറഞ്ഞു ഏകദേശം ഡിസംബർ 20-ാം തീയതിയൊക്കെയാണ് കോടതി വിധി വന്നില്ലേ. ഇയാളെ കൊണ്ട് 3 മാസം കൊണ്ട് ജീവിക്കാം. ഡിസംബർ 20-ാം തീയതിയാണ് ഹൈക്കോടതി വിധി കാര്യം. അതുവരെ കോടതിയിൽ ഞങ്ങൾക്ക് അത് കൂടി ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് അവരോട് വിളിച്ചു പറയാൻ പറ്റും ഈ റോഡിന്റെ സ്ഥിതി 6 വിളിച്ചു പറയുകയും സൈറ്റ് വന്ന് നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മാസമാണ് ഫെബ്രുവരി അവസാനം കൊണ്ട് ആ സമയം തീർന്നേക്കാണ്. ആ ഒരു സമയത്ത് 2 കിലോമീറ്റർ റോഡാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി 2 കിലോമീറ്റർ മെയിൻ പാത ചെയ്യാതെ വെച്ചേക്കാണ്. മാർച്ച് മുതൽ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യാനുള്ള കത്തുകൾ മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ സൂപ്രണ്ട് എഞ്ചിനീയറാണ് ഇതിന്റെ വെക്കുന്നതാണ്. കോഴിക്കോട് സൂപ്രണ്ട് എഞ്ചിനീയറാണ് ഇത് അതോറിറ്റി. ഈ ടെർമിനേഷൻ നടപടികൾ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഏത് ദുരാലോചന ചോദിച്ചാലും ഞാനും AXC മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ടെർമിനേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ അത് നടക്കുന്നില്ല. ഇതാണ് ഇപ്പൊ നിലവിലുള്ള പ്രശ്നം. നമ്മൾ നിസ്സാരാവസ്ഥയിൽ പറയാണ് നമുക്ക് ഇതിൽ കൂടി ചെയ്യാനില്ല. അയാൾ ബാങ്ക്രപ്റ്റ് ആണ്. അയാൾ ചെയ്യാനുള്ള പൈസ ഇല്ല, കടത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു ഓപ്ഷൻ അയാൾ ഒഴിവാക്കിയിട്ട് ബാക്കി ഏകദേശം 1.7 കോടിയാണ് ബാക്കി. അത് റീടെൻഡർ ചെയ്യണം. റീടെൻഡർ ആർക്ക് എടുക്കും എന്നുള്ളത് അടുത്ത വശം. പക്ഷെ റീടെൻഡർ എടുത്തിട്ടില്ലെങ്കിൽ സർക്കാരിലേക്ക് പോയിട്ട് അഡീഷണൽ ഫണ്ട് വാങ്ങിച്ചിട്ട് റീടെൻഡർ പുതിയൊരു കരാറുകാരൻ വേണം. അതോടെ സോൾവ് ആവും. പക്ഷെ ഇപ്പോഴും ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് മറുപടിയിൽ വേറെ ഒന്നും പറയാനില്ല. ചെറിയൊരു അജൻസിയൊക്കെ കാണും. കഴിഞ്ഞ രാഷ്ട്രീയ യോഗത്തില് MR സദാനുള്ള സമയത്ത് കൊണ്ട് ഉള്ള യോഗങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്.
ഇപ്പൊ കഴിഞ്ഞ വർഷം ചെയർമാനോട് പറഞ്ഞിരുന്നത് ഫ്രീ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞത്. ഇപ്പൊ ഫ്രീ ലെഫ്റ്റ് സാർമാർ പൂക്കഴിക്കുന്നു പറഞ്ഞ് നോക്കിയാൽ ഫ്രീ ലെഫ്റ്റിന്റെ അവസ്ഥ എന്താണ്? ഇങ്ങോട്ട് ചെറുപടി കയറി വരുമ്പോ പെട്ടിവട്ടത്തിന് കൂടുതൽ സൈഡിൽ മാറ്റിയിട്ടുണ്ട്. അവിടേക്ക് ബീവറേജിലേക്ക് വരുന്ന കാറുകൾ കൂടുതൽ സൈഡിൽ മാറ്റുന്നത്. ഏത് വഴിക്കും ഫ്രീ ലെഫ്റ്റ് പോകണമെന്ന് വെച്ചാൽ നമുക്കറിയില്ല. തിരിച്ച് തൃശ്ശൂരിന് അങ്ങോട്ട് പോകുന്നിടത്ത് അവിടെ പട്ടാമ്പൂരിക്ക് ഫ്രീ ലെഫ്റ്റ്, അവിടെ കടയുടെ മുമ്പിൽ മുഴുവൻ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ പോകുന്ന വണ്ടികള് ഹോൺ അടിച്ചു കഴിഞ്ഞാലും അവർ മാറ്റുന്നില്ല. അവർ ഓഫ് ചെയ്തിട്ട് കടയ്ക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവും അവർക്ക് സാധനം കൊടുക്കാനായിട്ട്. അവിടുത്തെ ഫ്രീ ലെഫ്റ്റും ഇല്ല. അത് കഴിഞ്ഞ് ഇവിടുന്ന് റെയിൽവേ വന്ന് കളഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലെ പാർക്കിങ്ങൊക്കെ ഒഴിവാക്കി ഇനി നിങ്ങൾക്ക് പോലീസുകാരുടെ മുമ്പിലുള്ള ബൈക്കുകളുടെ പാർക്കിങ്, അതുപോലെ റെയിൽവേ കഴിഞ്ഞ് വരുമ്പോ സൈഡിലുള്ള പാർക്കിങ് ഒഴിവാക്കാന്നാണ് കഴിഞ്ഞ വർഷം ഇവിടുന്ന് നിർദ്ദേശം വന്നത്. ഇപ്പൊ ആ വണ്ടികൾ പാർക്ക് ചെയ്ത് അപ്പൊ പാർക്ക് ചെയ്ത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും പാർക്ക് ചെയ്തത്. വണ്ടികൾ ഒന്നും മാറ്റുന്നില്ല. ഇത് ബസ്സുകാരെടുത്ത് നിങ്ങളുടെ സ്റ്റാൻഡിൽ കയറുന്ന പറയുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്ന എന്തെങ്കിലും തീരുമാനം നടപ്പിലാക്കിയിട്ടാണ് പറഞ്ഞതെങ്കിൽ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യം ചെയ്തിരുന്നത്. ഇനി ഇത് ചെയ്ത് തന്നാൽ തന്നെ തൃശ്ശൂർ ഒറ്റപ്പാട് ഓടുന്ന ബസ്സുകൾക്ക് കുഴപ്പമില്ല സ്റ്റാൻഡിൽ കയറിയിട്ട് സർവീസ് നടത്താൻ എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. 30 മിനിറ്റില് വണ്ടി ഇത്രയും സ്കൂളും ഇത്രയും സ്റ്റോപ്പൊക്കെ കയറിയിട്ട് വണ്ടി ഓടുന്നു ഡ്രൈവറെ കൊണ്ട് പറ്റില്ല. ചെയർമാനോടും വൈസ് ചെയർമാനോടും എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, അതുപോലെ MD ആയാലും ഞങ്ങളുടെ കേസ് കഴിയുന്നത് ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. ഞങ്ങൾക്ക് ഈ ബസ് കൊണ്ടു നടക്കണമെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഞാൻ ഷൊർണൂർക്കാരനാണ്, ഞാൻ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള ആളുമാണ്. പക്ഷെ നിവൃത്തിയില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കാനേ ഞങ്ങൾക്ക് പറ്റുന്നുള്ളൂ, അല്ല പ്രവർത്തിയില്ല. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ആ സൈഡിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും അങ്ങനെ നിൽക്കുകയല്ലേ, വരുമ്പോ കാണില്ലേ. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ കയറുക, പോവുക, ഫൈൻ വന്നാൽ ഞങ്ങൾ കെട്ടുക. അത് എന്തായാലും നടക്കുന്ന കാര്യമല്ല. ഇനി അങ്ങനെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് തുനിയാൻ സാധിക്കില്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ എന്റെ ഇന്നലത്തെ കണക്ഷന്റെ ബാലൻസ് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ 68,000 രൂപ അടച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഇൻഷുറൻസ് 14,000 രൂപ ടാക്സ് കെട്ടി. ഈ 14-ാം തീയതിക്കുള്ളിൽ കെട്ടിയില്ല, അത് ഫൈനാണ്. 6 കൊല്ലം. ഓരോ കൊല്ലം ആവുന്നവരും ഇതിപ്പോ ചെയ്യും. ഇപ്പൊ ഒരാളെ കരിപ്പട്ടിയിൽ വന്നു. പക്ഷെ ഞങ്ങളെ പോലുള്ളവരെ ഈ ഷൊർണൂന്ന് ഒന്നും നടന്നു പോകാൻ സാധിക്കില്ല. ആ റോഡിൽ കൂടെ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. വയസ്സുകാരനെ കുളപ്പുള്ളിയിൽ നിന്ന് ഇവിടെ വരുന്ന ഒരാളാ. നിങ്ങൾ കാറിലാണ് വരുന്നത്. നിങ്ങളൊരാഴ്ച ആ ബസ്സിന്റെ ഉള്ളിലോട്ട് കയറി നോക്കാൻ. ആ ബസ്സിന് എത്ര കൊണ്ട് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്റെ വണ്ടിയുടെ 4 ലീഫാണ് പൊട്ടിയിരിക്കുന്നത്. 4 ലീഫ് പൊട്ടിന്ന് പറഞ്ഞാൽ അത് പണിയെടുക്കാൻ ആ ലീഫിനെക്കാട്ടും കാശ് കൊടുക്കണം ഇപ്പോ. അതുപോലെ തന്നെ പറിച്ചില്ല, ഇൻകം കോമ്പറേഷൻ പോവാണ്. ഇനി അങ്ങനെയുള്ള സർവ്വമാനം ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബസ്. ഈ ബസ് കൊണ്ടു നടക്കുന്നത് പാസഞ്ചറിനെ കയറ്റാനാണ്. പക്ഷെ ഈ 10 രൂപ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു കാരണവശാലും തൃശ്ശൂർ വണ്ടികൾക്ക് സ്റ്റാൻഡിൽ കയറി പോകുമ്പോൾ നടക്കില്ല. റോഡിന്റെ ബാക്കിയുള്ളത് പിന്നെ തൃശ്ശൂരിന്റെ സംഘടനാ ഓർഗനൈസേഷൻ അവർ പറയും. തൃശ്ശൂർ വണ്ടികളൊക്കെ സ്റ്റാൻഡിൽ കയറില്ല എന്നുള്ള തീരുമാനത്തിലാണ്. നമ്മള് ബസ് കയറി ഓടാന്ന് പറഞ്ഞാൽ ബാക്കി നമ്മൾ പാലിച്ചു. ബസ്സുകളെല്ലാം അവിടെ കയറിയിരിക്കുന്നു ഇതുവരെ. പക്ഷെ മുനിസിപ്പാലിറ്റി നമുക്ക് തന്ന ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല. റോഡ് ശരിയാക്കാൻ പറഞ്ഞു. റോഡ് തൽക്കാലം നമ്മൾ ശരിയാക്കിയെന്നല്ലാതെ അതിന്റെ ഒരു ഗുണം കിട്ടുന്നില്ല. അതൊക്കെ പോയി റോഡ് അതിന്റെ ഇത് വന്നത്. അതേമാതിരി ഈ സിഗ്നൽ വന്നത് നമുക്ക് കൂടുതൽ ദോഷമായി. നമുക്ക് ഈ സിഗ്നലിന്റെ കൂടി പെട്ടിട്ട് ഉള്ള സമയം കൂടി പോവുകയാണ് ചെയ്യുന്നത്. ഈ സിഗ്നലിൽ അവിടെ കുഴപ്പമില്ല, അത്ര വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവാറില്ല. ഉണ്ടാവുന്ന ഒരു ജംഗ്ഷനിന്റെ കുഴപ്പമില്ല. അവിടെ ഒരു സിഗ്നൽ വന്നപ്പോ ബ്ലോക്ക് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ അവിടെ ഓടിയെത്തും? ഈ തന്ന സമയം കൊണ്ട് 7 മിനിറ്റിനുള്ളിൽ നമ്മൾ എങ്ങനെ അവിടെ ഓടിയെത്തും? റോഡിന്റെ അവസ്ഥ മെയിനായിട്ടുള്ള കാരണം പിന്നെ ട്രാഫിക്കും. അവിടെ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ആ സിഗ്നൽ കൊടുത്തിട്ട് ഫ്രീഡംസൊക്കെ സിഗ്നൽസ് ഉണ്ട്. നമുക്കവിടെ പോകാനും പറ്റില്ല. പക്ഷെ കൺട്രോൾ പാർക്കിങ്, ഓട്ടോ സ്റ്റാൻഡ്, പിന്നെ സ്റ്റാൻഡിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ വണ്ടി ഇല്ലാതെ ഉണ്ടാവും. നമ്മൾ എങ്ങനെ ഓടി എത്തിക്കും എന്നുള്ള. ഒടുവിൽ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറുന്നതിന് 2 മിനിറ്റ് അധികം അനുവദിക്കാമെന്ന ഉറപ്പിനെ തുടർന്ന് തീരുമാനം അംഗീകരിച്ചു.
എല്ലാ ബസ്സുകളും കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ കയറണമെന്നാണ് തീരുമാനം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.